വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുന്നു. നല്ല രീതിയിൽ ഫണ്ടൊക്കെ സ്പെൻഡ് ചെയ്തൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ലൈവാക്കി അതിനുശേഷം മാർക്കറ്റിങ്ങിനൊക്കെ നല്ല ഫണ്ട് സ്പെൻഡ് ചെയ്ത് വെബ്സൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അത് ഡൗൺ ആയി പോവാണ്, ഹാക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് വീണ്ടും ഹാക്കായി പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ടൈം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് വലിയ രീതിയിൽ അത് ബാധിക്കും. അതൊരു ഫിനാൻഷ്യൽ ലോസിലേക്ക് അത് എത്തിക്കും. അത് മാത്രമല്ല, അതുവരെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന റെപ്യൂട്ടേഷനും എല്ലാം പോവും, കസ്റ്റമേഴ്സ് എല്ലാം പോവും. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രോബ്ലംസാണ്. ഒരു വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 30,000 വെബ്സൈറ്റുകളുടെ മേലെ ഹാക്ക് ചെയ്യപ്പെടുന്നുള്ളതാണ് കണക്ക്. അതിനായിട്ട് ഒരുപാട് മടങ്ങ് ഹാക്കിങ് അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം, എന്തിനാണ് എൻ്റെ ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് ഒരു ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുന്നത്? അപ്പോൾ അത് ഹാക്ക് ചെയ്തൊരു ഹാക്കറിന് എന്ത് കിട്ടാനാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. അതിലായത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഹാക്കറിന് പോലും അറിയില്ല. കാരണം അവർ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരൊറ്റ വെബ്സൈറ്റ് മാത്രമായിട്ടല്ല, ബൾക്കായിട്ടൊക്കെ ആയിരിക്കും അവർ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റഡ് പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കാം, ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്സ്, പല രീതിയിലുള്ള മെത്തേഡ്സ് വഴി അവർ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട്, ഇങ്ങനെയുള്ള ചെറിയ വെബ്സൈറ്റുകൾ ഒരുപാട് ഹാക്ക് ചെയ്തിട്ട് അവർക്ക് മേ ബി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാവുന്ന അത്തരം ഇമെയിൽ ഐ ഡീസിൻ്റെ ഡാറ്റ കിട്ടുക, അതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. രണ്ടാമതായിട്ടും സീരിയസ് ആയിട്ടൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലേക്ക് അവരുടെ മലീഷ്യസ് പ്രൊജക്റ്റുകൾ ഇൻജെക്റ്റ് ചെയ്തതിന് ശേഷം ആ സെർവർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഹാക്കിംഗ് ചെയ്യാനോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്കും ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേക്കും നിങ്ങളുടെ സെർവർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം. സെയിം ടൈം നിങ്ങളുടെ സെർവറിൻ്റെ റിസോഴ്സ് യൂസേജ് അവർ ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കും അവരത് ഹാക്ക് ചെയ്യുന്നത്, നമ്മൾ അറിയ പോലുമില്ല. അത് ഹാക്ക് ചെയ്ത് നമ്മൾ സെർവറിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ച് അവർ വേറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും. സംടൈംസ് നമ്മുടെ വെബ്സൈറ്റ് അവർ ഡാറ്റ ക്രാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലും പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനായിട്ടും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ഈവൻ സ്മോൾ ബിസിനസ് ആണെന്ന് വിചാരിച്ചിട്ട് പോലും നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ സെർവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് നമ്മളായിരിക്കും. സോ സെക്യൂരിറ്റി എന്നുള്ള കാര്യം നമ്മൾ കെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്.